നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു കോടതി എന്നുള്ളതാണ് ശ്യാം ദേവരാജ്. വിവരങ്ങളുമായി ശ്യാം, സുപ്രധാനമായ വിവരമാണല്ലോ. തുടരന്വേഷണത്തിന് ഭാര്യയുടെ ഹർജിയിൽ ഒടുവിൽ കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണം എന്നാണോ പുനരന്വേഷണം എന്നാണോ? ഇത് തുടരന്വേഷണമാണ്. കാരണം 4 കാര്യങ്ങളിലാണ് അന്വേഷണം നടത്താൻ വേണ്ടി തലശ്ശേരി സെഷൻസ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂരിലെ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം SIT അന്വേഷണം പൂർത്തിയാക്കുകയും കുറ്റപത്രം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ പല കാര്യങ്ങളും അന്വേഷിക്കാതെയാണ് കുറ്റപത്രം നൽകിയതെന്നും കുറ്റപത്രം അംഗീകരിക്കരുത് എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം, നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിന് അഥവാ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ സമീപിച്ചത്. ഈ ഹർജി അംഗീകരിച്ചാണ് തുടരന്വേഷണം നടത്തുന്നത്. 4 കാര്യങ്ങളിലാണ് അന്വേഷണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ മുഴുവൻ ശേഖരിക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PP ദിവ്യയുടെ ഔദ്യോഗിക നമ്പറിന്റെ മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കണം. ഇത് തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ വിശദാംശങ്ങൾ ശേഖരിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ പേഴ്സണൽ നമ്പറിലെ വിവരങ്ങളാണ് ശേഖരിച്ചിരുന്നത്. പ്രശാന്തൻ ഗോൾഡ് ലോൺ വെച്ചാണ് പണമെടുത്തത്. ഇതിന്റെ രേഖകൾ ശേഖരിക്കണമെന്നുകൂടി SITക്ക് കോടതി നിർദ്ദേശം നൽകുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഏറ്റവും കൃത്യമായ 4 കാര്യങ്ങളിൽ കൂടി അന്വേഷണം നടത്തണം. അക്കാര്യങ്ങൾ അന്വേഷിക്കാതെയാണ് SIT കുറ്റപത്രം നൽകിയത് എന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ആ വാദം അംഗീകരിച്ചാണ് ഇപ്പോൾ തുടരന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ തന്നെ ഒരു വാദമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം, ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്ന കാര്യവും കൂടിയാണ് കോടതി നൽകുന്ന നിർദ്ദേശം. തലശ്ശേരി സെഷൻസ് കോടതി നൽകുന്ന നിർദ്ദേശം ഈ 4 കാര്യങ്ങളിലാണ് ഈ PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ്. അപ്പോൾ 4 കാര്യങ്ങൾ ഒന്നുകൂടി അക്കമിട്ട് പറയാം. നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണത്തിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഹർജിയിലാണ്. ആ തുടരന്വേഷണത്തിലെ ഉത്തരവിൽ കോടതി പറയുന്ന 4 കാര്യങ്ങളിൽ തുടരന്വേഷണം. 1, PP ദിവ്യയുടെ ഫോൺ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താണ്, മൂന്നാമത്തേത് എന്താണ്, നാലാമത്തേത് എന്താണ്? അക്കമിട്ട് പറയാം നമുക്ക്. ഇതിൽ ഒന്നാമത്തേത് PP ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ വിവരങ്ങൾ ശേഖരിക്കണമെന്നതാണ്. ഔദ്യോഗിക നമ്പറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും ശേഖരിക്കണം. ഇക്കാര്യത്തിലാണ് തുടരന്വേഷണം ഉണ്ടാകുക. ആദ്യഘട്ടത്തിൽ ശേഖരിച്ചിരുന്നത് പേഴ്സണൽ നമ്പറിലെ വിവരങ്ങൾ മാത്രമാണ്. പക്ഷെ അത് പോരാ, മറ്റ് ഈ ഔദ്യോഗിക നമ്പറിലെ കാര്യങ്ങൾ കൂടി വേണം എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, പ്രശാന്തൻ ഗോൾഡ് ലോൺ വെച്ചാണ് പണമെടുത്തത്. ഇതിന്റെ രേഖകൾ ഹാജരാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടി അന്വേഷണം നടത്തണമെന്ന് രണ്ടാമത്തെ നിർദ്ദേശം നൽകുന്നുണ്ട്. മൂന്നാമത്തേത്, പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ എവിടെ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആ കാര്യം അന്വേഷിക്കാതെ നേരത്തെ SIT വിട്ടിരുന്നു. ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നായിരുന്നു നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം. ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പള്ളിക്കുന്നിൽ പ്രശാന്തനും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കണം. അത് എന്തിന് എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകുന്നു. നാലാമത്തെ കാര്യം, വിജിലൻസിന് ഒരു പരാതി നൽകിയിരുന്നു. അത് നവീൻ ബാബുവിനെതിരായി ഉയർന്ന കൈക്കൂലി ആരോപണവുമാണ്. ഇതിലെങ്ങനെയാണ് വിജിലൻസ് ഇടപെട്ടത് എന്ന കാര്യവും കൂടി അന്വേഷിക്കണമെന്നതാണ് കോടതിയുടെ നിർദ്ദേശം. അഡീഷണൽ സെഷൻസ് കോടതി, തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നത്. മെയ് മാസം 30-നുള്ളിൽ തുടരന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം. 2 ഫോണുകൾ PP ദിവ്യ ഉപയോഗിച്ചിരുന്നു. 1 ഫോണിന്റെ വിവരം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നായിരുന്നു ഹർജിയിലെ ആരോപണം. ഈ ആരോപണം കോടതി അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ നമ്പറിന്റെ, അതായത് PP ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക നമ്പറിലെ ഫോൺ വിശദാംശങ്ങൾ കൂടി ശേഖരിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇതാണ് ഈ 4 കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്.